പാചകത്തിനായി മുട്ട വാങ്ങിയാൽ പാലക്കാട്ടുകാർ കഴിവതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്നോ, വിൽപ്പനയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നും നല്ലേപ്പള്ളി കമ്പിളിച്ചുങ്കത്തെ കടയിലെത്തിച്ച കാടക്കോഴി മുട്ടകളിൽ 2 എണ്ണമാണ് കവറിലിരുന്ന് വിരിഞ്ഞത്. അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസം 45 ഡിഗ്രി വരെ എത്തിയ സാഹചര്യത്തിൽ പാലക്കാട് മുട്ട വിരിയാൻ കോഴി അടയിരിക്കേണ്ട സാഹചര്യമില്ല. കവറിലിരുന്നാലും കാടക്കുഞ്ഞ് വിരിയുമെന്നതിന്റെ കാരണം ശാസ്ത്രമല്ല, പാലക്കാടൻ ചൂടാണ്. വിൽപ്പനയ്ക്കായി എത്തിച്ച കാടമുട്ട കവറിനുള്ളിൽ കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കുമ്പോൾ ചിറക് വിടർത്താൻ തുടങ്ങി 2 അരുമകൾ. അമ്മയുടെ ചൂടേൽക്കാതെ ജന്മം കിട്ടിയെടുത്ത് മനുഷ്യന് പൊള്ളുന്നുണ്ട്. ഇവർക്ക് അതിജീവിക്കാനാവുമോ എന്നത് പാലക്കാട്ടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. നമ്മുടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള കാടാമുട്ട വിരിഞ്ഞു. പാക്കറ്റിനകത്ത് തന്നെയാണ് വിരിഞ്ഞത്. ഇതൊരു കസ്റ്റമർ വന്നിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കവറിലാക്കിയിട്ടാണ്, 10 എണ്ണത്തിൻ്റെ പാക്ക് ചെയ്തിട്ടുള്ള ഒരു കവറിൽ വെച്ചിട്ട്. ഇപ്പോഴത്തെ ഉഷ്ണം കാരണം ഇത് തനിയെ വിരിഞ്ഞു. നമ്മളിവിടെ തന്നെ ചൈത്രത്തും പെറ്റ് ഫുഡ് ഷോപ്പിൽ തന്നെ ഇതിൻ്റെ ഫീഡ് തനിച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്തൊന്ന് വളർത്തി വലുതാക്കി ഇയാളെ നമ്മുടെ സ്വന്തം ഒരാളാക്കി മാറ്റാൻ പോകും. ഇതൊരു സൂചനയാണ്. അത്ര കണ്ട് സൂര്യൻ പ്രതാപം തുടരുമ്പോൾ ഇനിയും അതിശയമെന്ന് തോന്നുന്ന പലതും നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. മാനത്ത് മേഘം ഇരുണ്ടുകൂടാൻ പാലക്കാട്ടുകാർ ഇത്രയധികം ആഗ്രഹിച്ച മറ്റൊരു കാലമുണ്ടാവില്ലെന്നതും യാഥാർത്ഥ്യം. ബി എൽ അരുൺ, മനോരമ ന്യൂസ്, പാലക്കാട്.